ഹലോ, ഗുഡ് ഈവനിങ്. ഇവിടെ എല്ലാവർക്കും സുഖമായിരിക്കുന്നു. കുറേ ഗ്യാപ്പിന് ശേഷമാണ് ഒരു വീഡിയോ എനിക്ക് തോന്നുന്നു ഞാൻ ഫിലിം ചെയ്യുന്നത്. കുറേ റീസൺസ് കൊണ്ട് എനിക്കിത് പറ്റിയില്ല. മടി ഒരു മെയിൻ റീസണാണ്. ഡെഫിനറ്റ്ലി ഞാനത് ആക്സെപ്റ്റ് ചെയ്യുന്നത്, മൈ ഫോൾട്ട്. ബട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കുറേ ഡിസ്റ്റർബൻസ് ഉണ്ടാവും, സൗണ്ട് ഡിസ്റ്റർബൻസസ് ഉണ്ടാവും. എനിക്ക് അറിഞ്ഞോട് അത് വീഡിയോയിൽ വരുന്നുണ്ടോ ഇല്ലയെന്നുള്ളത് എനിക്കറിയില്ല. ബട്ട് എനിക്ക് തോന്നുന്നു, എനിക്ക് ശല്യം തോന്നുന്നുണ്ട്. ഞാനത് സംസാരിക്കുന്ന സമയത്തിൻ്റെ ഇടയിൽ എനിക്ക് ഒച്ച വരുന്നുണ്ട്. കാരണം പടക്കം പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് ചുറ്റും. ഇപ്പോഴും ഇടയിലിടയിൽ വലിയ വലിയ എന്താ പറയുക, സുട്ട്ലി ബോംബ്സ് അല്ലെങ്കിൽ ചെറിയ ചെറിയ ലക്ഷ്മി ബോംബ്സൊക്കെ പൊട്ടിക്കൊണ്ടിരിക്കുന്നു. ദിവാലിൻ്റെ ടൈമാണ്. ദിവാലി ഓൾമോസ്റ്റ് എൻഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ബാവുബിജി നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം സെലിബ്രേഷൻ ടൈമാണ്. എല്ലാവരും പടക്കം പൊട്ടിക്കുന്നു. കുട്ടികൾക്കൊക്കെ വെക്കേഷനാണ്. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ വെക്കേഷനാണ്. പിന്നെ ലീവ് എടുത്ത് ജോലിക്ക് പോകുന്ന ആൾക്കാർ, ലീവ് എടുത്ത ആൾക്കാർ, അവർക്ക് ലീവാണ്. കുറേ പേര് അവരവരെ അമ്മേൻ്റെ വീട്ടിലും അച്ഛൻ്റെ വീട്ടിലും അമ്മാൻ്റെ വീട്ടിലൊക്കെ പോയിരിക്കുന്ന സമയമാണ്. അപ്പോൾ കുറേ പേര് ഇവിടുന്ന് പുറത്തേക്ക് പോയിരിക്കുന്നു. കുറേ ആൾക്കാർ പുറത്തുള്ളവർ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നു. അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് എന്താ പറയുക ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് മിക്സ്ഡ് ക്രൗഡ്, ഇവിടെ താമസിക്കാത്ത, നമ്മൾ ചുറ്റും താമസിക്കാത്ത ആൾക്കാർ അങ്ങോട്ടേക്കും ഇവിടുന്ന് വേറെ സ്ഥലത്തേക്കും മാറിപ്പോയിട്ട് അവിടെയും കുറേ ആൾക്കാരൊക്കെ മിക്സപ്പ് ആയിട്ടുള്ള ഒരു സമയമാണ് ഇപ്പോൾ. എല്ലാവരും നമ്മൾ പറയില്ലേ, ഓണത്തിലിപ്പം പ്രവാസികളാണെങ്കിലും പുറമേ താമസിക്കുന്ന ആൾക്കാരാണെങ്കിലും വേറെ കൺട്രിയിലാണെങ്കിലും സ്റ്റേറ്റിലാണ് താമസിക്കുന്ന ആൾക്കാർ അവനവൻ്റെ വീട്ടിലേക്ക് വരുന്നത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഇപ്പം ഇവിടെ മഹാരാഷ്ട്രയിൽ. സ്പെഷ്യലി വേറെ സ്ഥലത്തും ഡെഫിനറ്റ്ലി ദിവാലി നമ്മൾ ഓൾ ഓവർ ഇന്ത്യ സെലിബ്രേറ്റ് ചെയ്യുന്ന സംഭവം തന്നെയാണ്. പക്ഷെ എന്നാലും ഞങ്ങൾ മഹാരാഷ്ട്രയിലുള്ളതുകൊണ്ട് ഇപ്പോൾ ഞാൻ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ പുറമേ ഉള്ള ആൾക്കാർ, ഇപ്പം ഇൻ്റർനാഷണൽ ആണെങ്കിലും അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ആയിട്ടുള്ളതും വേറെ സ്റ്റേറ്റ്സിലുള്ള ആൾക്കാരാണെങ്കിലും എല്ലാവരും ലീവ് എടുത്ത് അവനവൻ്റെ വീട്ടിലേക്ക്, അല്ലെങ്കിൽ ജോലി ചെയ്യാൻ തന്നെ ഇപ്പോൾ വേറെ ഒരു സ്റ്റേറ്റിൽ തന്നെ വേറെ സ്ഥലത്ത് താമസിക്കുന്ന ആൾക്കാരൊക്കെ ലീവ് എടുത്തിട്ട് ഇപ്പം അവനവൻ്റെ വീട്ടിലേക്ക് വരാനുള്ള ധൃതിയിലാണ്, വന്നിരിക്കുകയാണ്. ഓൾറെഡി ലീവ് കിട്ടിയ എല്ലാവരും അവനവൻ്റെ വീട്ടിൽ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല നല്ല ഭക്ഷണങ്ങളും പുതിയ പുതിയ തുണികളും, പിന്നെ കുറേ റിലേറ്റീവ്സിനെ കാണാൻ കിട്ടും, അപ്പുറത്തും നെയ്ബേഴ്സിനെ കാണാൻ കിട്ടും. പിന്നെ കല്യാണം കഴിഞ്ഞ് പോയ പെൺകുട്ടികൾ തിരിച്ച് വന്നിട്ടുണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വന്ന പെൺകുട്ടികളുണ്ടാവും. അങ്ങനെ പല പല ആൾക്കാർ, നമുക്ക് പുതിയ ഫേസ് അല്ല ആദ്യം കാണാൻ കിട്ടാത്ത ആൾക്കാരൊക്കെ നാട്ടിലൊരുമിച്ച് ഒത്തുകൂടുന്ന ഒരു ടൈമാണ് ഈ ദിവാലി. വളരെ വൈഡ് സ്പ്രെഡായിട്ട് നമ്മളെ കൺട്രിയിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത്. എനിക്ക് തോന്നുന്നു ഓണം നമ്മൾ മലയാളികൾക്കുള്ള പോലെ തന്നെയാണ് നോൺ സൗത്ത് ഇന്ത്യൻസിന് ഇതൊരു സെലിബ്രേഷൻ. ദിവാലിയാണ് ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പടക്കം, പിന്നെ ലൈറ്റിംഗ്, ഇതതിൻ്റെ മെയിൻ ഹൈലൈറ്റ്സ്. പിന്നെ ഡെഫിനറ്റ്ലി നല്ല ഭക്ഷണങ്ങൾ, ഫരാൾ എന്ന് പറയും. അതിന് കുറേ സ്പെസിഫിക് ഐറ്റംസ്, നമ്മൾ ഓണസദ്യക്കൊക്കെ സ്പെസിഫിക് ഐറ്റംസ് ഉണ്ടാവുമല്ലോ, നമ്മളെ ഇലയിൽ വിളമ്പുമ്പോൾ അല്ലെങ്കിൽ ഓണസദ്യ ഉണ്ണുമ്പോൾ. അതുപോലെ ഇവിടെ നമുക്ക് സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കുന്ന കുറേ ഇങ്ങനത്തെ ഐറ്റംസ് ഉണ്ട്. നല്ല നല്ല ഐറ്റം, നല്ല ടേസ്റ്റുള്ള എരിവുള്ളത്, പുളിയുള്ളത്, പിന്നെ നല്ല കറുമുറുള്ളത്, നല്ല എന്താ പറയുക, നല്ല ടേസ്റ്റുള്ളത്, പിന്നെ മധുരമുള്ളത്, അങ്ങനെ കുറച്ച് മധുരം കുറഞ്ഞത്, അങ്ങനെ പല ടൈപ്പ് ഓഫ് ഐറ്റംസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അറിയുന്നവർക്ക് അറിയുണ്ടാവും ഡെഫിനറ്റ്ലി. ഇതിൻ്റെയൊക്കെ പേരുകൾ ഞാൻ പറയുന്നില്ല, കാരണം മെയിൻ ഐറ്റംസ് കുറേ ഉണ്ട്. ചില ആൾക്കാരുടെ സ്ഥലത്ത് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ ഈ ഡിഷില്ല മറ്റേ ഡിഷാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ച് ഡിഫറൻസുകളും വരാറുണ്ട്. അപ്പം ഇപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഷൂട്ട് ചെയ്യാൻ തന്നെ കാരണം എനിക്ക് ഇങ്ങനൊരു ടോപ്പിക് വന്നിട്ടുണ്ട്. ഇന്ന് രാവിലെ ഞാനൊരു ഷോർട്സ് അല്ലെങ്കിൽ ചെറിയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ അച്ഛനായിരുന്നു അതിൽ സംസാരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ മെയിൻ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അച്ഛന് വേണ്ടി ഒരു ENT സ്പെഷ്യലിസ്റ്റിനെ കാണാൻ റെഡി ആവുന്ന, അല്ലെങ്കിൽ അതിനുള്ളൊരു പ്രിപ്പറേഷനുള്ള സംഭവമായിരുന്നു. അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ ജനലിൽ കൂടെ പുറത്തേക്ക്, അല്ലെങ്കിൽ വാതിലിൻ്റെ നമ്മളെ ഗേറ്റിൻ്റെ ഇതിലേക്ക് കൂടെ പുറത്തേക്ക് നോക്കുന്ന സമയത്ത് അടുത്തുനിന്നൊരു പടക്കം പൊട്ടി. ഇങ്ങനെ നല്ല ഒച്ചയുള്ളൊരു പടക്കം പൊട്ടി. അപ്പോൾ അത് പൊട്ടിയപ്പോൾ അച്ഛൻ്റെ ചെവിക്കൊരു, നമ്മൾ പറയില്ലേ, അച്ഛൻ പറയുന്നുണ്ടായിരുന്നു അതിൽ കിളി പോയ ഒരു അവസ്ഥ. ആക്ച്വലി നമുക്ക് തോന്നും, ഒരു എന്താ പറയുക, നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ, ഒരു അടുത്തുനിന്നൊരു ഭയങ്കര ശബ്ദം ഉണ്ടാകുമ്പോൾ നമുക്ക് കുറച്ച് നേരത്തേക്ക് ഒരു സിഗ്നൽ കിട്ടാത്തൊരു സീൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി 2 ദിവസം മുന്നേ. അപ്പം അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ എനിക്ക് ചെവി കേൾക്കുന്നില്ല, ഒരു സൈഡ് പ്രോപ്പറായിട്ട് ഒരു ഒച്ച പോലെ അതിനകത്ത് ഒരു ജീവിയൊക്കെ പോയി കഴിഞ്ഞാൽ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു ഈ കീരാങ്കിരിനൊക്കെ ഒച്ച പോലെ ഒരു പി ഒച്ച ഉള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല, അതിൻ്റെ അപ്പോൾ പൊട്ടിയതിൻ്റെ ഇഫക്റ്റ് ആയിരിക്കും, സാരില്ലെന്ന് പറഞ്ഞു. പിന്നെ അതിന് ശേഷം ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞതിന് ശേഷം അച്ഛനെ തന്നെ പറയുന്നു എനിക്ക് ആ ഒച്ച പോയിട്ടില്ല എന്ന്. അപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ഇത്രയും സീരിയസ് ആണെന്നല്ല, സീരിയസ് ആയാണ്, ഡെഫിനറ്റ്ലി സീരിയസ് ആണ്, പക്ഷേ അത് ഇത്രയും ഇമ്പാക്റ്റ് ഉള്ളൊരു സംഭവമായിരുന്നു എന്നുള്ളത് ഞങ്ങൾ അറിഞ്ഞത്. അപ്പം കാണിക്കുക, അങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് കാണിക്കുക. കാരണം അതിൻ്റെ ഇനി എന്തെങ്കിലും ഒരു കേട് അതിനകത്ത് പറ്റിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചികിത്സ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് അത്രയും സമയം ഡിലേ ആകുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് കുറയുമല്ലോ, നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ ഇമ്പാക്റ്റ് കുറയുന്നുള്ളതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് കാണിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇന്ന് 2 പേരും, ഞാനും അച്ഛനും കൂടെ
പോയി. എനിക്കും വേറൊരു ഇത് കാണിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടി പോയി. അതിന് കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഡയറക്റ്റ് പോയി ഡോക്ടറെ കാണിക്കില്ല, അതിൻ്റെ സ്പെഷ്യലിസ്റ്റ് ആകുമ്പോൾ നമ്മൾക്ക് എഴുതി വാങ്ങണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സംഭവം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അത്ര അടുത്ത് തന്നെ അച്ഛനെ പോയി കാണിക്കണം. പിന്നെ എനിക്കുള്ള എന്താ സംഭവം ചെയ്യണം, എൻ്റെ അങ്ങനെ അർജൻറ്റ് അല്ല, പിന്നെ കാണിക്കാവുന്നേ ഉള്ളൂ. അതിൻ്റെ തോല് കുറച്ച് ഒരു സ്ഥലത്ത് വല്ലാണ്ട് ഡ്രൈ ആവുന്നതിൻ്റെ എനിക്ക് കുറച്ച് പാട് വന്നത്, മുറിയും കുറച്ച് വേദനയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു വിരലിലുള്ള, അത്രേ ഉള്ളൂ. അപ്പോൾ അതൊരു വലിയ സംഭവമല്ല. പക്ഷേ അച്ഛൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് എനിക്ക് ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ട് തോന്നി. കാരണം എൻ്റെ ഒരു ഫ്രണ്ട്, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ട്, അതൊരു വളരെ സാഡായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ട്രാജിക് ആയിട്ടുള്ളൊരു ഒരു ഇൻസിഡൻ്റാണ് ഞങ്ങൾക്കൊക്കെ ഓർമ്മയുള്ളത്. പടക്കം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് പേടിയായിപ്പോയ ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു. ഞങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും പിന്നെ ആ മനുഷ്യനെ, ആ ആളെ കാണുമ്പോൾ നമുക്ക് ഉണ്ടായ ഒരു വിഷമം അല്ലെങ്കിൽ ആ ഒരു ലോസിൻ്റെ റിയലൈസേഷൻ, അതിന് ശേഷം ഞങ്ങൾ പടക്കം പൊട്ടിക്കൽ നിർത്തി. അങ്ങനെ വലിയ ഭയങ്കര ബോംബ് ടൈപ്പ് പടക്കമൊന്നും ഞങ്ങൾ ഒരിക്കലും പൊട്ടിച്ചിട്ടില്ല. ചെറിയ മുപ്പത്തിരി ഇങ്ങനെ പൂത്തിരി അങ്ങനത്തെ ഒക്കെ ചെറിയത്, അല്ലെങ്കിൽ ഈ എന്താ പറയുക നിലച്ചക്കര അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കട്ടിക്കും. പിന്നെ ചെറിയ എന്തെങ്കിലും പടക്കം പൊട്ടിക്കാൻ അങ്ങനെ, അല്ലെങ്കിൽ ഈ ഒച്ചയുള്ള പടക്കങ്ങൾ ഞങ്ങൾ ആദ്യമേ ഇഷ്ടമല്ലായിരുന്നു ഞങ്ങൾക്ക്, എനിക്കും എൻ്റെ അനിയനൊന്നും, ഞങ്ങൾ വീട്ടുകാർക്ക് ആർക്കും. പക്ഷേ ഇപ്രാവശ്യമാണ് അപ്പോൾ ആ ഒരു ടൈമിൽ ഉണ്ടായ ഇൻസിഡൻറ്റ് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, എൻ്റെ ഫ്രണ്ടിൻ്റെ ഏട്ടനിങ്ങനെ ഒരു വീട്ടിൽ നിന്ന് അവരുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് അടുത്ത് തന്നെ ഇവിടെയുള്ള ഒരു ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് പോകുമായിരുന്നു. അപ്പോൾ ഈ റോക്കറ്റ് പടക്കങ്ങളുണ്ടല്ലോ, അപ്പോൾ ആ ഒരു പടക്കം ഏതൊരു ടൈപ്പ് ഓഫ് പടക്കം, അന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കുറേ വർഷം മുന്നേ, അപ്പോൾ ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ കുറച്ച് നല്ലോണം വർഷങ്ങൾ മുന്നേ, എന്തായാലും 10 വർഷത്തിൽ മേലെയുള്ള സംഭവമാണ്. അപ്പോൾ ആ സമയത്ത് ആ ഏട്ടന് ഭയങ്കര യങ് ആയിരുന്നു, ഞങ്ങൾ ചെറിയ വീട്ടിലായിരുന്നു. അപ്പോൾ ആ ഏട്ടൻ ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അപ്പുറത്തെ വീട്ടിലേക്ക് പോകുമായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന ആ ഡിസ്റ്റൻസിൽ ഈ ആരോ പൊട്ടിച്ച പടക്കം, അവർ പൊട്ടിച്ചതും കൂടെ അല്ല, ആരോ പൊട്ടിച്ചൊരു പടക്കം നേരെ വന്ന് ഈ ഏട്ടൻ്റെ കണ്ണിലേക്കാണ് വീണത്. കണ്ണിൽ വീണപ്പോൾ കണ്ണിന്നത് പൊട്ടി. എന്നിട്ടെന്താ, ആ ഏട്ടൻ്റെ കണ്ണ് പോയി, ഒരു കണ്ണ് പോയി, കാഴ്ച നഷ്ടപ്പെട്ടു, ആ കണ്ണ് ഡാമേജ് ആയി, ടോട്ടലി നെർവ് തന്നെ നഷ്ടപ്പെട്ടു, കാഴ്ച നഷ്ടപ്പെട്ടു. ഇത് എന്താ പറയുക, നമ്മൾ പറയില്ലേ വേറെ നെർവ് വെച്ചിട്ട് ശരിയാക്കാം, അല്ലെങ്കിൽ ലെൻസ് മാറ്റിയിടുക, അങ്ങനെ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കണ്ണ് ഡാമേജ് ആയി, എന്നുവെച്ചാൽ ഫോർ എവർ ഈ ലോസ്റ്റസ് ആയി. അപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റ് പറ്റിയതിന് ശേഷം പിന്നെ ആ ഏട്ടനെ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ടുള്ള കുറച്ചും കൂടെ ടെക്നോളജിയൊക്കെ വന്നതിന് ശേഷം, കുറച്ചും കൂടെ മെഡിക്കൽ സയൻസ് അഡ്വാൻസ് ആയതിനു ശേഷം ആർട്ടിഫിഷ്യലായിട്ടുള്ളൊരു കണ്ണൊക്കെ ഫിറ്റ് ചെയ്ത് നല്ലൊരു കല്യാണമൊക്കെ കഴിച്ച് ഹാപ്പിയായി ജീവിക്കുന്ന ഏട്ടൻ ഇപ്പം ജർമ്മനിയിലൊക്കെയാണ്. പക്ഷേ ആ ഒരു സംഭവം ഇങ്ങനെ എൻ്റെ ഒരു ഇഷ്ടപ്പെട്ട ഒരു വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു ഫ്രണ്ടിൻ്റെ ഏട്ടന് കണ്ണ് നഷ്ടപ്പെട്ടു, പടക്കം പൊട്ടിയിട്ട്, നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പടക്കം പൊട്ടിക്കുന്നത്. അപ്പോൾ അത് കാരണം ഒരാളുടെ ലൈഫ് തന്നെ ഡാമേജ് ആയി എന്ന് പറഞ്ഞ് കേട്ടതിന് ശേഷം ഞങ്ങൾ ആ ഒരു ചെറിയ എന്താ പറയുക നിലച്ചക്കര അല്ലെങ്കിൽ കമ്പത്തിരി കത്തിക്കുന്നത് പോലും നിർത്തി. ടോട്ടലി പടക്കം എന്ന് പറഞ്ഞ സംഭവം തന്നെ ഞങ്ങൾ ഒഴിവാക്കി. കാരണം അത് ഇത്രയും വലിയൊരു നാശം സംഭവിച്ചതിന് ശേഷം നമ്മളതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യരുതെന്ന് ഞങ്ങൾക്ക് തോന്നി. ഇപ്പം എൻ്റെ അനിയനാണെങ്കിലും ആ സമയത്ത് അവൻ കുട്ടിയായിരുന്നു, വളരെ ചെറുതായിരുന്നു, പക്ഷെ എന്നാലും അവൻ ആ കാര്യം മനസ്സിലായി പറഞ്ഞപ്പം. അതിന് ശേഷം ഞങ്ങൾ ഈ കത്തിക്കൽ നിർത്തി ടോട്ടലായിട്ടും. അപ്പോൾ അങ്ങനെ പടക്കത്തിൻ്റെ ഇപ്പോൾ അന്ന് കേട്ടൊരു വലിയൊരു ഇമ്പാക്റ്റ്, നമ്മൾ അറിയുന്ന ഒരാളുടെ മുകളിലുണ്ടായ ഒരു വലിയ ഡാമേജ്, അവരുടെ ലൈഫിൽ സംഭവിച്ച വലിയൊരു ട്രാജഡി, അതിനുശേഷം ഇപ്പോൾ എൻ്റെ അച്ഛന് പറ്റിയത്. അതങ്ങനെ നോക്കുകയാണെങ്കിൽ വലിയൊരു ഡാമേജ് അല്ല, നമ്മൾ റിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഡെഫിനറ്റ്ലി വിശ്വസിക്കുന്നു. എത്രയും പെട്ടെന്ന് നീന്റിനെ കാണിച്ചത് സെറ്റപ്പ് ആക്കും, ശരിയാവും, വി ബിലീവ് സോ, പോസിറ്റീവായിട്ട് ചിന്തിക്കും. പക്ഷെ എന്നാലും അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഒരു പേടി, കാരണം പ്രായം കൂടി വരുമ്പോൾ നമുക്ക് റിപ്പയർ കുറച്ച് ബുദ്ധിമുട്ടാവും. നമ്മൾ സാധാരണ എന്താ പറയുക, കുട്ടികൾക്ക് പറ്റുന്ന അത്രയും ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ് ആൾക്കാർ പറയുക. പക്ഷേ ഇന്നത്തെ കാലത്ത് മെഡിക്കലി നമ്മൾ ഇത്ര എക്വിപ്ഡാണ്. ഡെഫിനറ്റ്ലി ഇത് ക്യൂർ ആവുമ്പോൾ ഒരു നല്ലൊരു മരുന്ന് അല്ലെങ്കിൽ ഒരു ചെക്കപ്പ് കഴിയുമ്പോഴേക്കും അച്ഛൻ്റെ ചെവി നല്ല അടിപൊളിയാവും എന്നുള്ളത് നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷേ എന്നാലും ഈ പടക്കം പൊട്ടിക്കുന്നത് നമുക്ക് തീരുമാനിക്കാൻ പറ്റാത്ത ആംഗിളിലേക്ക് ചീറിപ്പാഞ്ഞ് പോകുന്ന റോക്കറ്റ്സ്, നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ഏതൊരു ആളെ വീട്ടിലേക്ക്, വേറെ ആൾ തുണിയിലേക്കാണോ, ഇനി പിന്നെ എന്താ പറയുക വേറെ മനുഷ്യൻ്റെ വീട്ടിലേക്കാണോ, എങ്ങോട്ടേക്ക് പോകാൻ നമുക്ക് പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ വല്ല പടക്ക ഫാക്ടറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കടയിലേക്കോ പോയിട്ട് അതെല്ലാം കൂടെ പൊട്ടിത്തെറിക്കിയാൽ വേറെ വണ്ടികളുടെ മുകളിൽ വീണാൽ അത് ഏറ്റവും വലിയ ഡാമേജ്. വണ്ടികളുടെ മുകളിൽ വീണ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അതിനകത്തുള്ളത് പെട്രോളാണ്. അപ്പോൾ അത് കത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തുള്ള വണ്ടികളും പിന്നെ അപ്പുറത്തുള്ള വീട്ടിലുള്ള സിലിണ്ടറും പിന്നെ വീടുകളെല്ലാം കൂടെ കത്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല എത്ര വലിയ ലോസാണ് സംഭവിക്കുക ഒരു ചെറിയ സെലിബ്രേഷൻ്റെ പേരിൽ. അപ്പോൾ ഈ പടക്കം നിർത്തലാക്കണം എന്നല്ല പറയുന്നത്, കാരണം പടക്ക കമ്പനി കാരണം പടക്കം കാരണം ജീവിക്കുന്ന എത്രയോ ഫാമിലീസ് ഉണ്ടാവുമായിരിക്കും ഡെഫിനറ്റ്ലി. പക്ഷേ അതിൻ്റെ അപകടം തീ ഇത്രയും നേരം കത്താതിരിക്കുക, അല്ലെങ്കിൽ ശബ്ദശല്യം കുറച്ച് കുറയ്ക്കുക, അല്ലെങ്കിൽ അത് ഡയറക്ഷൻ നമുക്ക് ഡിസൈഡ് ചെയ്ത് പോകാൻ പറ്റുന്ന ആയിരിക്കാം. അങ്ങനെയൊക്കെ അല്ലാണ്ട് ചെരിഞ്ഞ് വീണ് കഴിഞ്ഞാൽ എങ്ങോട്ടെങ്കിലും പോവുക, അല്ലെങ്കിൽ വേറെ ഒരാളുടെ ലൈഫ് നഷ്ടപ്പെടാം, ആൾക്കാർ മരിക്കാം, അവരുടെ ഓർഗൻസ് നഷ്ടപ്പെടാം. ഇപ്പോൾ എൻ്റെ അച്ഛൻ്റെ ചെവിക്ക് പറ്റിയ വേറെ ഒരു ഏട്ടൻ്റെ കണ്ണിന് പറ്റിയ പോലെ ശബ്ദശല്യം ഒരുപാട്
ബുദ്ധിമുട്ട് സംഭവിക്കുന്നുണ്ട്. അത് ഞങ്ങൾ ഇപ്രാവശ്യം വളരെ ക്ലോസ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്തു. കാരണം ഞങ്ങളെ വീട്ടിൽ ബബ്ലു, നമ്മളെ മോൻ, അവനിപ്പോൾ 4 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ അപ്പോഴാണ് അവനൊന്ന് കുറച്ചൊന്ന് ആക്റ്റീവ്, അല്ലെങ്കിൽ എന്താ പറയുക, കൂടുതൽ ഒരു സെൻസിറ്റീവ് ആയത്. ആക്റ്റീവല്ല, സെൻസിറ്റീവ് ആയത്. അപ്പം ഓരോ ഇങ്ങനത്തെ ഒറ്റയ്ക്കുള്ള പടക്കങ്ങൾ വരില്ലേ, മാലപ്പടക്കമല്ല, അല്ലെങ്കിൽ ചെറിയ ചെറുപെറുള്ള പടക്കമല്ല, ഇങ്ങനെ ഒറ്റക്കൊറ്റയ്ക്ക് പൊട്ടുന്ന പടക്കങ്ങൾ ഓരോന്ന് വലുത് പൊട്ടുമ്പോൾ അവനുള്ള പാനിക്ക്, അവൻ്റെ ഹാർട്ട് ബീറ്റ് ഇത്രയും റേസ് ആവുന്നത്, അവൻ്റെ ശരീരം വിറയ്ക്കുന്നു, അവൻ്റെ ബോഡി പോസ്ചർ ടോട്ടലി, അവൻ്റെ ആ ഒരു ഭാവങ്ങളൊക്കെ വ്യത്യാസം വരും. അവൻ കളിക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല. അവന് അങ്ങനെ പറയുമ്പം ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ അവന് ബാത്റൂം പോകാൻ ബുദ്ധിമുട്ട്, കാരണം മോഷൻ പാസ്സാവുന്നില്ല. കാരണം അവന് പേടി, പുറത്ത് പോകുമ്പം റോട്ടിൽ വൃത്തിയില്ലായ്മ, കാരണം വൃത്തിയില്ലായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടക്കങ്ങളുടെ അവശിഷ്ടങ്ങൾ, പൊട്ടിയതിൻ്റെയും തെറിച്ചതിൻ്റെയും ആയിട്ടുള്ള അവശിഷ്ടങ്ങൾ സൈഡിൽ ആൾക്കാർ അടിച്ചു കൂട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു മഴയും കൂടെ പെയ്തു. അപ്പോൾ അത് അടിച്ചു വാരി നമുക്ക് കളയാൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് അത് അടിഞ്ഞു കൂടിയിട്ടുണ്ട്. പിന്നെ അവന് പേടി, അതിൻ്റെ മണം നമുക്ക് കിട്ടുന്നതിനെക്കാട്ടും കൂടുതൽ അവർ സെൻസിറ്റീവ് ആയിരിക്കുമല്ലോ. അപ്പോൾ അവർക്ക് അതിൻ്റെ മണം, പിന്നെ ഈ പൊട്ടുന്നതിൻ്റെ ഒച്ച, അത് കേൾക്കുമ്പോൾ അവനൊരു ടെററാണ്. ഇപ്പോൾ ഈ ദിവാലി തുടങ്ങിയിട്ട് 1-2 ദിവസം മുന്നേ കുട്ടികൾ പൊട്ടിക്കാൻ തുടങ്ങി. പിന്നെ ദിവാലി മുതൽ അങ്ങോട്ടേക്ക് നല്ല പൊട്ടിക്കലായിരുന്നു. ഇപ്പോൾ 3-4 ദിവസമായിട്ട് നല്ല പടക്കം പൊട്ടിക്കലുണ്ട്. അപ്പം കണ്ടിന്യൂസ് അല്ലെങ്കിൽ ഒരു ടൈമിൽ ഒരു 4-5 മണിക്കൂർ കുട്ടികൾ പൊട്ടിക്കുന്നുണ്ട്, ആൾക്കാർ പൊട്ടിക്കുന്നുണ്ട് പടക്കം. പക്ഷേ അതിലന്ന് ഇങ്ങനത്തെ പടക്കം പൊട്ടിക്കുന്ന ആൾക്കാർ എനിക്ക് തോന്നുന്നത് ഒരു 2-3 മണിക്കൂറൊക്കെ എന്തായാലും പൊട്ടിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഇപ്പോൾ അവനെ കെട്ടിപ്പിടിച്ചൊരു സൈഡിലിരിക്കുകയാണ്. അവനെല്ലാവരും വേണം, അച്ഛൻ, അമ്മ, ഞാൻ, അപ്പോൾ എൻ്റെ അനിയൻ അവൈലബിൾ ആണെങ്കിൽ അവനുള്ള സമയങ്ങളിൽ ജോലിക്ക് പോയാണൊക്കെ, അല്ലെങ്കിൽ അവരെല്ലാവരും കൂടെ ഒരുമിച്ച് ഇരുന്നിട്ട് അവനിങ്ങനെ പിടിക്കുക, തടവുക, ഐസ് ഇട്ട് കൊടുക്കുക, വെള്ളം കുടിപ്പിക്കുക, അല്ലെങ്കിൽ അവനെ കെട്ടിപ്പിടിച്ചിരിക്കുക, അവനെ തൊട്ടിരിക്കുക, അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് അവനൊന്ന് റിലാക്സ് ആവുന്നത്. അല്ലാതെ ഒരു രക്ഷയില്ല. അവൻ ഭയങ്കര പാനിക്കാവുന്നു. ആരും അവനോട് പറഞ്ഞ് മനസ്സിലാക്കുക, ഇത് പേടിക്കേണ്ട, വീട്ടിനകത്തേക്ക് വരില്ല, അല്ലെങ്കിൽ ഈ ശബ്ദം നമുക്ക് പേടിക്കാനുള്ളതല്ല, ഇത് കേൾക്കുമ്പോൾ നീ അത് ഇഗ്നോർ ചെയ്തേക്കുക, അല്ലെങ്കിൽ വേറെ കാര്യം പോച്ചത്തിൽ TV വെക്കാം, അല്ലെങ്കിൽ പാട്ട് വെക്കാം, അപ്പോൾ നീ അതിൽ കോൺസെൻട്രേഷൻ മാറ്റണം എന്നുള്ളത് നമുക്ക് കുട്ടീനോട് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതിപ്പം ഇവനൊരു ലാബ്രഡോറാണ്. അതുപോലെ തന്നെ മനുഷ്യ കുഞ്ഞുങ്ങൾക്ക് വേറെ പൂച്ചയൊക്കെ ആണെങ്കിൽ വേഗം മരത്തിന് മേലെ കയറിയിട്ടോ, വലിയ തട്ടുമുറല്ലോ, ഫ്ലാറ്റിൻ്റെ ഓടിൻ്റെ മുകളിലോ, ഓട്ടിൻ്റെ മുകളിൽ കയറിയിട്ടോ, കടയിൻ്റെ മേലെ കയറിയിട്ടോ, അങ്ങനെയെങ്കിലും കുറച്ച് ഡിസ്റ്റൻസ് അവർക്ക് ഓടി രക്ഷപ്പെടാൻ പറ്റും എന്നുള്ളത്. ഇപ്പോൾ പശു, ആട്, വേറെ പന്നി, കോഴികൾ, പിന്നെ പൂച്ചേൻ്റെ കുഞ്ഞു കുട്ടികൾ, അതുപോലെ നായ്ക്കൾ, അവർക്കൊക്കെ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ആവുന്നതാണ് ഇത്. പിന്നെ നമ്മളെ വീട്ടിൽ തന്നെ മനുഷ്യന്മാരാണെങ്കിൽ തന്നെ പ്രായമുള്ള അച്ഛനമ്മമാർ, ഗർഭിണികളായിട്ടുള്ള ആൻറ്റിമാർ, ചേച്ചിമാർ, പിന്നെ ചെറിയ കുഞ്ഞുവാവകൾ, അവർക്കൊക്കെ ഉറക്കത്തിൽ അവർക്ക് ഒരു വലിയ പാനിക്, അവരെ ചെവി എത്രയും സെൻസിറ്റീവ് ആണെങ്കിൽ അതൊരു വലിയ പാനിക് സിറ്റുവേഷനാണ്. ഈ ശബ്ദം, പുകയെ കൊണ്ട് നമ്മൾ ഇഷ്ടംപോലെ എന്തായാലും പൊല്യൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പൊട്ടിക്കഴിഞ്ഞിട്ടുള്ള പേപ്പേഴ്സും, അതിൻ്റെ ആ ഉള്ളിലുള്ള എന്താ പറയുക, മയക്കുവെടി, അതെല്ലാം പൊട്ടിയിട്ട് ഓൾറെഡി റോട്ടിലുള്ള ഡാമേജ് വേറെ ഉണ്ട്. നമ്മൾ കാല് ചവിട്ടി കഴിഞ്ഞാലും, അല്ലെങ്കിൽ ഇപ്പം ചെരുപ്പിടാത്ത ആൾക്കാർ പുറത്തിറങ്ങിയാൽ ഒക്കെ അത് എന്തായാലും ഉണ്ട്. പിന്നെ ഈ ശബ്ദം ഒരു വലിയ പണിയാണ്. കാരണം അത് തീരുന്നില്ല. എത്ര ദിവസങ്ങളായിട്ട് ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർക്ക് ടൈം കിട്ടുന്ന സമയത്ത്, ഓരോരുത്തർക്ക് മൂഡ് വരുന്ന സമയത്ത്, ഫ്രീ ആവുന്ന സമയത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ അത് തീരുന്നില്ല. അതൊരു വലിയ പണി തന്നെയാണ്. പിന്നെ ഈ സമയത്ത് സഹിച്ചേ പറ്റുള്ളൂ, കാരണം ഇതൊരു ഫെസ്റ്റിവലാണ്. എല്ലാവരും സെലിബ്രിറ്റി സന്തോഷത്തിനാണ് പൊട്ടിക്കുന്നത്, ആരും ദ്രോഹിക്കാൻ വേണ്ടിയിട്ടല്ല. പിന്നെ കുറേ നമ്മൾ പൊട്ടിക്കുന്നില്ല എന്ന് വെച്ചിട്ട് അവരും പൊട്ടിക്കാൻ പാടില്ല എന്ന് പറയുന്നതിലും പോയിട്ടില്ല. അപ്പം ഇങ്ങനത്തെ കുട്ടികൾ, പ്രായമുള്ള ആൾക്കാർ, ഗർഭിണികളൊക്കെ എല്ലാവരും വീട്ടിലുള്ള ഹാർട്ട് ഡിസീസ് ഉള്ള ആൾക്കാർ, പാനിക് അറ്റാക്സ് വരുന്ന ആൾക്കാരൊക്കെ എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും വീട്ടിലുണ്ടാവും. അപ്പോൾ അവരെല്ലാവരും സഹിക്കുന്നുണ്ട്, നമ്മളും സഹിക്കുന്നു. അപ്പോൾ ഇങ്ങനെ പടക്കം പൊട്ടുന്ന സമയത്ത് നമുക്ക് പുറത്ത് പോകുക, അല്ലെങ്കിൽ വേറൊരു പണിയും ചെയ്യാൻ പറ്റില്ല. വാവേൻ്റെ കൂടെ തന്നെ ഇരിക്കണം. അവനെ സമാധാനപ്പെടുത്താൻ നമ്മൾ കൂടെ ഉണ്ടെന്നും നീ ടെൻഷൻ അടിക്കണ്ട, ഞങ്ങൾ നിൻ്റെ കൂടെ തന്നെ ഇരിക്കുന്നത്, നീ സേഫ് ആണെന്നുള്ളത് അവനെ ഉറപ്പ് വരുത്തിക്കുക. 1-2 മണിക്കൂർ, 3 മണിക്കൂർ, 4 മണിക്കൂറാണെങ്കിൽ അവൻ്റെ കൂടെ ഇരിക്കുക. അതിപ്പോൾ എൻ്റെ ജോലിയാണ്, അച്ഛനമ്മയും കൂടെ വേണം. പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കാര്യമില്ല, ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചായിരുന്നാൽ അവന് സമാധാനമാവുള്ളൂ. അങ്ങനെയൊക്കെ സംഭവങ്ങളാണ്. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ, ഒരു സെലിബ്രേഷനിലും എത്ര സൈഡ് എഫക്ട്സ് ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ എമിറ്റ് ചെയ്യുന്ന ഗ്യാസ്, അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ശബ്ദം, പിന്നെ അതിൻ്റെ എന്താ പറയുക, ആ പുകം കാറ്റത്തേക്ക് പോകുന്നതിൻ്റെ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ പൊട്ടി റോട്ടിലായിട്ട് പിന്നെ നമ്മൾ ചവിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് വേറെ. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗുഡ് എഫക്ട്സ്, അല്ലെങ്കിൽ ഗുഡ് എഫക്ട്സ് എന്നല്ല, അതിൻ്റെ ഒരു ആവശ്യമുള്ളൊരു സൈഡ് എന്ന് പറഞ്ഞാൽ, ഈ പടക്കം ഉണ്ടാക്കുന്നതുകൊണ്ട് മാത്രം പ്രോഫിറ്റ്സ് ഉണ്ടാക്കുന്ന കമ്പനീസ് ഉണ്ട്, പടക്ക കമ്പനികളുണ്ട്. പിന്നെ അത് ഇമ്പോർട്ട് എക്സ്പോർട്ട് നടത്തുന്നുണ്ടാവും വേറെ സ്റ്റേറ്റ്സിലേക്കും സംഭവങ്ങളായിട്ട്. പിന്നെ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൽ നിന്ന് പൈസ കിട്ടിയിട്ട് ജീവിക്കുന്ന എത്രയോ ഫാമിലീസ് ഉണ്ടാവും. അത് ഡിപ്പെൻഡ് ചെയ്തിട്ട് എന്താ പറയുക, ഏർണിങ്സ് ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ സേവിങ്സ് ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ സർവൈവ് ചെയ്യുന്ന ഫാമിലീസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് നിർത്തലാക്കണം മതി എന്ന് പറയാൻ പറ്റില്ല. കാരണം അങ്ങനെയും സർവൈവ് ചെയ്യുന്ന കുറേ ഫാമിലീസ് ഉണ്ട്. അപ്പം നമ്മൾ സൗകര്യമില്ലായ്മ കാരണം അവർ നിർത്തണം എന്ന് പറയുന്നതിലും പോയിൻ്റില്ല. പക്ഷെ എന്നാലും
ശബ്ദം കുറയ്ക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. കാരണം ഞാൻ ക്ലോസ്ലി ഞങ്ങളെല്ലാവരും തന്നെ നമ്മളെ ഫാമിലിയിൽ ഏറ്റവും ക്ലോസ് ആയിട്ട് നമ്മൾ കണ്ടിട്ടുള്ള ബുദ്ധിമുട്ട് ശബ്ദം കാരണമാണ്. കാരണം ഞാനിപ്പോൾ പറഞ്ഞ പോലെ നമ്മളെ വാവയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടാകുന്നുണ്ട്. അതിന് മണം കാരണമൊക്കെ അവൻ പ്രയാസമുണ്ട്. പക്ഷേ അറ്റ്ലീസ്റ്റ് വാതിലൊക്കെ അടച്ചിരിക്കുകയാണെങ്കിലും ശബ്ദം നമുക്ക് കൺട്രോൾ ചെയ്യുന്ന ലിമിറ്റ് ഉണ്ടല്ലോ. പുറത്ത് ഉണ്ടാകുന്ന ശബ്ദത്തിന് എത്ര നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് നമ്മൾ ശരിക്കും വളരെ ക്ലോസ് ആയിട്ട് കാണുന്നുണ്ട് ഇപ്രാവശ്യം. ഇത്രയും വർഷം, ഇപ്പം 2-3 വർഷം 4 വർഷം ഇവിടെ താമസിച്ചിട്ടും ഇതുപോലെ തന്നെ പടക്കം പൊട്ടിയിട്ട് അവനൊരു പ്രയാസം ഉണ്ടായിട്ടില്ല. ഇപ്പം അവൻ കുറച്ച് വലുതായ സമയത്ത് അവന് കുറച്ചും കൂടെ മനസ്സിലാവുന്നു കാര്യങ്ങൾ, കുറച്ചും കൂടെ സെൻസിറ്റീവ് ആവുന്നുണ്ട്. ചെവി കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് കേൾക്കാൻ, അല്ലെങ്കിൽ ഇങ്ങനെ പറയും നമ്മളെക്കാട്ടും 4 പ്രാവശ്യം 7 പ്രാവശ്യം കൂടുതൽ സെൻസിറ്റീവ് ആണ് ഇവരുടെ ചെവിയും മൂക്കും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പം നമുക്ക് ശല്യം തോന്നുകയാണെങ്കിൽ അവർക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടാവും, അവർ പാനിക് ആവുന്നുണ്ട് കാരണം. അപ്പോൾ കുറച്ചും കൂടി ശബ്ദം കുറച്ചിട്ടുള്ള ക്രാക്ടേഴ്സ് ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് ശബ്ദശല്യമെങ്കിലും നമുക്ക് കുറച്ച് കുറയ്ക്കാം എന്നുള്ളത് എൻ്റെ ഒരു ഒപ്പീനിയനാണ്. എൻ്റെ വീട്ടുകാരുടെ ഡെഫിനറ്റ്ലി ഒപ്പീനിയൻ. കാരണം ഞങ്ങളെല്ലാവരും വാവ പേടിക്കുന്നതും ബുദ്ധിമുട്ടൊന്നും കണ്ടിട്ടുള്ളതുകൊണ്ട് അതൊരു എൻ്റെ ഒരു ഒപ്പീനിയനാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അവനവൻ്റെ ഒപ്പീനിയൻസ് അറിയിക്കണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു കൻ ലീവ് ആസ് എ കമൻറ്റ് ഇൻ ദ കമൻറ്റ് ബോക്സ്. പിന്നെ ഇത് എൻജോയ് ചെയ്യുന്നവരും കുറേ പേരുണ്ടാവും, പറയുന്നത് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവും. 2 ദിവസത്തിൻ്റെ കാര്യമല്ല, 4 ദിവസത്തിൻ്റെ കാര്യമല്ല, ഒരാഴ്ചയിലുള്ളൂ, അതിപ്പോൾ ഇത്ര അഡ്ജസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറയുന്നവരുണ്ടാവും. ഓക്കെ, അതും കറക്റ്റ് തന്നെയാണ്. പക്ഷേ ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറഞ്ഞതേ ഉള്ളൂ. ശബ്ദം കുറച്ച് കുറയ്ക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു. ഇഫ് അറ്റ് ഓൾ ദാറ്റ് ഇസ് പോസിബിൾ. ഇതാരെങ്കിലും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും പടക്ക കമ്പനിക്കാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ വളരെ നല്ല, അല്ലെങ്കിൽ പടക്കം പൊട്ടിക്കുന്ന ആൾക്കാരും അധികം ഒച്ചയില്ലാത്ത പടക്കം ചോയ്സ് ചെയ്ത് പൊട്ടിക്കുന്ന ആണെങ്കിൽ വളരെ സന്തോഷം. അറ്റ്ലീസ്റ്റ് റെസിഡൻഷ്യൽ ഏരിയയിൽ, ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഷോപ്പുകളിലും ഗ്രൗണ്ടിൽ പൊട്ടിക്കുന്നവരും പിന്നെ കമ്പനിയിലും അല്ലെങ്കിൽ അങ്ങനെ പൊട്ടിക്കുന്ന ആൾക്കാരുണ്ടാവും. അറ്റ്ലീസ്റ്റ് റെസിഡൻഷ്യൽ ഏരിയയിലും കുറച്ചും കൂടെ കൺട്രോൾഡ് വോയിസ് ആയിട്ടുള്ള നോയ്സ് പൊല്യൂഷൻ കുറച്ച് കുറയ്ക്കാൻ പറ്റുന്ന പടക്കങ്ങളാണെങ്കിൽ ഇറ്റ് വിൽ ബി റിയലി ഗ്രേറ്റ്ഫുൾ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ടോപ്പിക്ക്. സീ യു ഓൾ.